ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെട്ട് ഓൺ ടൈമിൽ ഈ പ്രോജക്റ്റ് ഡെലിവർ ചെയ്യണം. വി ആർ ഓൺ ടൈറ്റ് ഡെഡ് ലൈൻ. ഓക്കെ? ഓക്കെ സർ. ഗൈസ്, സർ. I will be back in a moment. You carry on. ഓക്കെ സർ. എന്താടാ അത്? വാട്ടർ. സത്യം പറയടാ. വോഡ്ക്കാന്ന് അറിയാലോ, പിന്നെന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഹായ് ഓംകാർ. ഹായ്. പ്രസന്റേഷൻ റെഡിയായോ? പോയ കാര്യം എന്തായി? അവനൊരു തരി പോലെ ഇമോഷണല്ലേ? ഒരു പെണ്ണിന്റെ കൈ കയറി 4-5 ആണുങ്ങൾ പിടിച്ചാ ചോദിക്കില്ലേ? കൂടെയുള്ളവർക്ക് ഒരു സംരക്ഷണം കൊടുക്കില്ലേ? പ്ലീസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. കമോൺ, നീ എൻ്റെ കൂടെ വാ. അവനങ്ങനെ പെരുമാറുന്നതിന് ഒരു റീസൺ ഉണ്ട് ഋഷിത. അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ കാറിൽ പോകുമ്പോൾ ഒരു ദിവസം ആക്സിഡന്റ് ഉണ്ടായി. ആ സമയത്ത് ചുറ്റും ഒരുപാട് ജനക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിലും ഒറ്റ ഒരുത്തം പോലും അന്ന് അവർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിച്ചില്ല. അവിടെ വെച്ച് തന്നെ അവൻ്റെ പേരൻസ് മരിച്ചുപോയി. അതിനുശേഷം അവനിങ്ങനെ പെരുമാറാൻ തുടങ്ങി. അതിനുശേഷം ആരെയും സഹായിക്കാൻ പോയിട്ടില്ല. അതിനുശേഷം കാണുന്ന എല്ലാ മനുഷ്യരോടും അവനൊരു തരം വെറുപ്പായി. എന്തൊക്കെ സംഭവിച്ചാൽ എന്താ ഋഷിത, ഋഷി വളരെ നല്ല പയ്യനാകട്ടോ. ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ് ബ്രോ. താങ്കനക്ക ചില്ലം ചില്ലം താങ്കനക്ക ചെണ്ട മൃദംഗം മേലക്കാവിൽ പൂരക്കാവടി മേലക്കൂരാടി പുരവടി മേളം ആവടി മേളം. എന്താടാ ഇന്ന് വലിയ ഹാപ്പി ആണല്ലോ? ഒന്നുമില്ല മോനെ, ഇന്നലെ ബോസ് പറഞ്ഞ ജോലിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ മൊത്തം ഫിനിഷ് അങ്ങ് ചെയ്തില്ലേ. രാത്രി 2 മണി വരെ ഇരുന്നിട്ട് ലാൻഡ് ലൈനിൽ കോൾ ചെയ്തിട്ടാ ഞാൻ പറഞ്ഞേ. ബോസ് സന്തോഷമായിട്ട് എത്ര പ്രാവശ്യം അതിനോട് താങ്ക്സ് പറഞ്ഞെന്നറിയോ? എനി ടൈം ബോസിന്റെ കോൾ വരാൻ കേട്ടോ. എന്റെ സാലറി കൂടുന്ന കാര്യം ഉറപ്പായി. അത്രയുള്ള കാര്യം. ഫോൺ വന്നു കേട്ടോ. ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഇന്നലെ രാത്രി ചെയ്ത ജോലി കണ്ടിട്ട് സാറിന് ഒരുപാട് സന്തോഷമായില്ലേ? റൈറ്റ് സാർ, ഇപ്പൊ എത്തിക്കോളൂ സാർ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാലേ ഉള്ളൂ കോള് വരുമെന്ന്. പ്രൊമോഷൻ ഫിക്സ് ആയടാ. ഇപ്രാവശ്യം എന്റെ സാലറി കൂടുന്ന കാര്യം ഉറപ്പാടാ. ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ബ്രോ. ഹായ് സാർ. ശരി ഇരിക്ക്. സാർ, നേരത്തെ നിനക്ക് ബാങ്ക് ഓഡ്സിൽ നിന്ന് 25 പൈസ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടത് റിമൂവ് ചെയ്തോ? സാർ നിങ്ങൾ തെറ്റായിട്ടാ പറയുന്നേ. 25 പൈസ അല്ല സാർ, 25 രൂപയാ. ഇക്കാലത്ത് 25 പൈസക്ക് എങ്ങനെ സാർ കുറയ്ക്കാൻ പറ്റുക? അതില്ലാത്തത് കൊണ്ടാണ് 25 പൈസ ലോട്ട് ഓഫ് ചെയ്ത് എല്ലാ അക്കൗണ്ട്സിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറഞ്ഞത്. നീ എന്താ ചെയ്തേ? എല്ലാവരുടെ അക്കൗണ്ട്സിൽ നിന്നും 25 പൈസ നീ റിമൂവ് ചെയ്തു. എല്ലാതും കൂടെ നിനക്ക് എത്രയെന്നറിയോ? ഏകദേശം ഒരു 10 ലക്ഷം കസ്റ്റമേഴ്സ്. നീ അത് ചെയ്തതുകൊണ്ട് 2.5 കോടിയുടെ ഡിഫറൻസ് വന്നു. നമ്മുടെ ക്ലയന്റുകളുടെ 5000 ബ്രാഞ്ചസ് എല്ലാം ആഫ്റ്റർനൂൺ ആയപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ചെയർമാൻ എന്നോട് റിട്ടേൺ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ സാലറിയും ഇൻക്രിമെന്റിന്റെ കാര്യമൊക്കെ നീ ചെയ്തു വെച്ച കാര്യത്തിന് എനിക്ക് നിന്നോട് ഇംഗ്ലീഷിൽ പോലും വഴക്ക് പറയാൻ പറ്റും. സാർ, സാറ് പറഞ്ഞു മനസ്സിലായില്ല. ഇറങ്ങിപ്പോ. ഏയ്, മീറ്റിംഗ് നന്നായിട്ട് കഴിഞ്ഞോ? അത് വിട, എനിക്കത് സെറ്റാവില്ല. എന്തു പറ്റിയടാ? വിഷ്വൽസ് മാച്ച് ആയിന്നല്ലേ പറഞ്ഞത്? എടാ, അവള് ചിക്കനും വോൾക്കൊക്കെ മിക്സഡാ. നിക്ക്, ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ. ഏയ്, എന്തിനാടാ? എന്ത് പറ്റിയെന്ന് പറടാ. നീ ഒന്നും മിണ്ടായിരുന്നേ. ഹലോ ഹലോ ഹലോ, എനിക്ക് നിന്നോട് അർജന്റായിട്ട് സംസാരിക്കണം. എനിക്ക് ഫുള്ള് ഹാങ് ഓവറാ. ഞാൻ നിന്റെ അടുത്ത് പിന്നെ സംസാരിക്കാം. എടാ, ഹാങ് ഓവർ ആണെന്ന്. ഏയ്, ചൂടാവടാ, ടെൻഷൻ അടിക്കല്ലേ. ഹായ് സിജു. ഹൗസ് യുവർ ഡേ? മമ്മി, എനിക്ക് എഗ് നൂഡിൽസ് വേണം. ശരി, നീ ഫ്രഷ് ആയിട്ട് വാ. സഞ്ജു, സ്കൂളിൽ പോയില്ലേ? പോയി അച്ഛാ. എന്തുപറ്റി?
നുണ പറയാനും തുടങ്ങിയല്ലേ? ഇവൻ സിനിമയ്ക്ക് പോയതാ. നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നല്ല എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഒരു തവണ കൂടി ഇതുപോലെ കള്ളം പറഞ്ഞ അടിച്ചു നിന്റെ തോലുരിഞ്ഞാൻ. ഗെറ്റ് ഔട്ട്. എന്താ ഇത്? നിങ്ങളുടെ ഓഫീസിലെ ടെൻഷനൊക്കെ വീട്ടിലാണോ കാണിക്കുന്നത്? അവന്റെ സ്കൂളിൽ നിന്ന് പോയതാ കൂട്ടുകാരുമായിട്ട്, അതോ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ട്. ഒരു കാര്യം അറിയുമ്പോ അതിനെപ്പറ്റി മുഴുവനും അറിയണം. നിങ്ങൾ ചെല്ല്, അവനോട് പോയിട്ട് സോറി പറയേ. എന്തോ ഒരു ടെൻഷനിൽ അടിച്ചതാ. പക്ഷെ ഞാൻ അവന്റെ അടുത്ത് പോയി സോറി പറഞ്ഞ അത് ശരിയല്ല. ഈ വിഷയം ഇതോടെ മറന്നേക്ക്. സഞ്ജു, ഹലോ ഹലോ, എനിക്ക് നിന്നോട് സംസാരിക്കണം പെട്ടെന്ന്. ഞാൻ പെരുമാൾ കോവിലുണ്ട്, നീ അങ്ങോട്ട് വന്നാ മതി. എന്റെ വീട്ടിൽ ചിക്കനൊന്നും കഴിക്കില്ല, അറ്റ്ലീസ്റ്റ് എഗ് പോലും കഴിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ വരാൻ പോകുന്ന മരുമകൾ ഇതൊക്കെ കഴിക്കുന്നു പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവൂലേ? അവർക്ക് മാത്രമല്ല, നീ ഇതൊന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഇതൊക്കെ നിർത്തുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യ്. അത്രയല്ലേ ഉള്ളൂ. അതിനെന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? പ്രോമിസ്. ഹായ് ബേബി. ഹായ്. ഹൗ ആർ യു? Baby. ഹായ് ഹാൻസം. കണ്ടിട്ട് എത്ര നാളായെന്ന് അറിയോ? ഗോവിൻ, ഇവൻ എന്റെ ചൈൽഡ്ഹുഡ് ഡിയറസ്റ്റ് ഫ്രണ്ടാ. ആൻഡ് ദിസ് ഇസ് ഗോവിൻ, എന്റെ ബോയ് ഫ്രണ്ടാ. വൗ, സൂപ്പർ ബോസ്. കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര ലക്കിയാണ് ബോസ്. ഇതുപോലെ ഒരുത്തിനെ സഹിക്കുന്നില്ലേ? സമ്മതിക്കണം. എന്താടാ ഒരു ഫോൺ പോലും ചെയ്യാതെ US പെട്ടെന്ന്? ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് വന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചാ. വീട്ടിൽ പോയപ്പോ നീ ഇവിടെ ഉണ്ടെന്ന് ആന്റി പറഞ്ഞു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ബോസ്, ഈ ഒരു വീക്ക് വിനീത എനിക്ക് വിട്ടു തന്നേക്ക് ബോസ്. അതിനുശേഷം ബ്രോഡ് ഇഷ്ടം. ബൈ ബൈ. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സോറി ഋഷി, നിന്റെ വിഷമങ്ങളൊക്കെ എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരില് എല്ലാ ആൾക്കാരെയും ഒരുപോലെ വെറുക്കുന്നത് ശരിയല്ല. നിന്റെ പേരൻസ് എവിടെയാണെങ്കിലും നിന്നെ ഇപ്പൊ കാണുന്നുണ്ടാവും. നീ ഇങ്ങനെ ജീവിച്ചാ അവർക്ക് സന്തോഷായിട്ടിരിക്കാൻ പറ്റോ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ബൈ. കുറച്ചാളുകൾ ചെയ്ത തെറ്റിന്റെ പേരില് നീ എല്ലാവരെയും ഇങ്ങനെ വെറുക്കുന്നത് ശരിയല്ല. നിന്റെ പാരന്റ്സ് ഇപ്പൊ എവിടെയാണെങ്കിലും നിന്നെ കാണുന്നുണ്ടാവും. നീ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവരെങ്ങനെ സന്തോഷിക്കും? അവർക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവോ? ഗൈസ്, ഹിൽ ടോപ്പ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗിൽ ഡ്രഗ്സ് ബിസിനസ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഫോഴ്സുമായി പെട്ടെന്ന് എത്തണം. ഗെറ്റ് ഫാസ്റ്റ്, ഓക്കെ?
Stop. Don't move. Set. സാർ നിങ്ങൾ ഓക്കെ അല്ലേ?